ഈ ചോക്ലേറ്റും കളിപ്പാട്ടങ്ങളും മാത്രമൊന്നുമല്ല കേട്ടോ നമ്മുടെ മക്കൾക്ക് ഇഷ്ടമായിട്ടുള്ളത്. അതെനിക്ക് കൂടുതൽ മനസ്സിലായത് കഴിഞ്ഞ ദിവസം UAE എന്നൊരു ഫാമിലി ഞങ്ങളെ കാണാൻ വേണ്ടി വന്നേ. നമ്മുടെ വീഡിയോ കണ്ട് വീട് തേടി പിടിച്ചെത്തിയതാണ്. എന്നാൽ അവരോട് സംസാരിച്ചിരുന്നു കഴിഞ്ഞപ്പം കുറേ കാലത്തെ പരിചയമുള്ള പോലെ നമുക്ക് ഫീൽ ചെയ്തു. അപ്പോൾ അവർ അന്നാറോസിന് സമ്മാനമായിട്ട് കൊണ്ടു കൊടുത്തതാണ് ഈ ചെടി. അവർ പോയതിന് ശേഷം ഒരാഴ്ച ആ ചെടി ഞങ്ങളുടെ വീടിൻ്റെ സൈഡിൽ തന്നെ ഇരുന്നു. കൃത്യമായിട്ട് അന്നാറോസ് രാവിലെ വൈകുന്നേരമൊക്കെ വെള്ളം ഒഴിക്കുമായിരുന്നു. അങ്ങനെ കഴിഞ്ഞ ദിവസം ആഘോഷമായിട്ട് ഞങ്ങൾ വീടിൻ്റെ മുറ്റത്ത് തന്നെ കൊണ്ടുവരങ്ങ് നട്ടു. അമല റോഷൻ ഫാമിലി വന്ന് തലശ്ശേരിയിൽ നിന്നായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ആ ചെടിക്ക് തലശ്ശേരി എന്ന് പേര് ഇട്ടു. അങ്ങനെ ഞങ്ങളുടെ കാസർഗോഡ് ജില്ലയിലെ പാലാവേൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ തലശ്ശേരി ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക കേട്ടോ. അതിനെ പരിപാലിക്കുക, അതിന് വേണ്ട വളം ചെയ്യുക, ഇതെല്ലാം അന്നാറോസിൻ്റെ ഒരു ഉത്തരവാദിത്തമായിട്ട് മാറി. ഒത്തിരി പ്രതീക്ഷയോടെയാണ് അന്നാറോസ് ഇങ്ങനെ മണ്ണിക്കൂടെ വിരലൊടിക്കുന്ന കാഴ്ച ഞാനിങ്ങനെ കണ്ടുകൊണ്ട് നിന്നെ. അന്നാറോസ് ഇത്രയും സ്നേഹത്തോടെ അതിനെ പരിപാലിക്കുമ്പം അതിന് കൈയും കാലും ഉണ്ടായിരുന്നതുണ്ടല്ലോ, ഉറപ്പായിട്ടും ഇപ്പോൾ അവളെന്ന് കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുത്തേനെ. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ഒരു ആൻറ്റി അങ്കിളും വീട്ടിൽ വരുന്നു, കുറേ മുട്ടായി കൊണ്ട് കൊടുക്കുന്നു, അതിൻ്റെ കടലാസ് അവിടെ ഇവിടെയും വലിച്ചെറിഞ്ഞ് അതവിടെ തീരേണ്ട ഒരു കഥയാണ്. മണ്ണിലിങ്ങനെ വേരുപാകി പുതിയ പ്രതീക്ഷയോടെ ഞങ്ങളുടെ മുറ്റത്തിങ്ങനെ നിൽക്കുന്നത്. സത്യം പറഞ്ഞ് ഇതൊക്കെ ഒരു കൾച്ചറായി മാറേണ്ട കാലം കഴിഞ്ഞില്ലേ. ഒന്ന് പൊട്ടിച്ചിരിക്കണമെന്നുണ്ട് ചെടിക്ക്. കാരണം ചൂടേക്കാതിരിക്കാൻ വേണ്ടി കരിയിലയും കിട്ടി, ആവശ്യത്തിന് വെള്ളവും കിട്ടുന്നുണ്ട്. അവൾക്ക് കിട്ടിയ സമ്മാനമല്ലേ. ഇടയ്ക്കിടയ്ക്ക് എല്ലാ സമയം കിട്ടുമ്പം കസേരയും കൊണ്ട് അവിടെ പോയിരിക്കും. ഇതിൽ കൂടുതൽ എന്നാ വേണം ഒരു ചെടിക്ക് നന്നായിട്ടൊന്ന് വളരാൻ. മാറ്റങ്ങൾ നല്ലപോലെ നടക്കുന്നുണ്ട്, അത് വേണ്ട വിധം പ്രഘോഷിക്കപ്പെടുന്നില്ലെന്ന് മാത്രം. ഇതുവരെയായിട്ട് എൻ്റെ ഒരു വീഡിയോ ഷെയർ ചെയ്യണമെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഇത് ഷെയർ ചെയ്യണം, ജീവൻ്റെ പ്രശ്നമല്ലേ. ദൈവം അനുഗ്രഹിക്കട്ടെ.